RSS സഹകരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം. പാർട്ടിക്ക് വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടെന്ന പരാമർശം ദോഷം ചെയ്തു. PV അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും വിമർശനം. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വന്ന ഈ പരാമർശം അത് വലിയ തിരിച്ചടിയായെന്ന അടക്കം പറച്ചിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഗവർണർ പോലും CPM ജനസംഘം ബന്ധമുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാമർശം നടത്തുന്നു. അതിനെല്ലാം ഒരു ചുവട് പിടിച്ചത് ഈ MV ഗോവിന്ദന്റെ പ്രതികരണം തന്നെയാണല്ലോ. കോവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനത്തിനിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദന്റെ പരാമർശവും വിമർശന വിധേയമായത്. MV ഗോവിന്ദനെ വ്യക്തിപരമായി പേരെടുത്തുള്ള വിമർശനമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് വർഗീയ കക്ഷികളുമായി CPIM-ന് ബന്ധമുണ്ടായിരുന്നുവെന്ന പ്രസ്താവന ദോഷം ചെയ്തു എന്ന നിലയ്ക്കായിരുന്നു വിമർശനത്തിന്റെ പോക്ക്. വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ട് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കപ്പെട്ടത് പാർട്ടിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു. വോട്ടെടുപ്പിന് തൊട്ടു തലേന്നൊക്കെയാണ് ഇത്തരം ഒരു പ്രസ്താവന കടന്നു വരുന്നത്. അനവസരത്തിലുള്ള ഇത്തരം പ്രസ്താവനകളാണ് പലപ്പോഴും ദോഷമാകുന്നതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ചത്. 3 പ്രധാന നേതാക്കൾ തന്നെ ഇത്തരം വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉന്നയിച്ചു. ഗോവിന്ദൻ മാഷ് വെച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു. പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നില്ല എന്ന് പറയുന്നതിൽ വസ്തുതയില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ M സ്വരാജ് വ്യക്തിപരമായി 10,000 വോട്ടുകളെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. എന്നാൽ അത് പ്രതിഫലിക്കാതെ പോകുന്നതിന് കാരണം പാർട്ടി വോട്ടുകളുണ്ടായ ചോർച്ചയാണ്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിലും ചോർച്ചയുണ്ടായി എന്നാണ് നേതാക്കൾ ഈ സെക്രട്ടറി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. PV അൻവറിനെ ഒരു സ്ഥാനാർത്ഥിയായി കണ്ട് പ്രതിരോധിക്കുന്നതിനും വീഴ്ച വന്നെന്ന വിമർശനം ഉണ്ടായി. മുഖ്യമന്ത്രി മാത്രമാണ് അൻവർ വഞ്ചിച്ചു കടന്നുപോയി എന്ന വിമർശനം ഉന്നയിച്ചത്. മറ്റു നേതാക്കളാരും തങ്ങളുടെ പ്രസംഗത്തിലും മറ്റും അൻവറിനെ പരാമർശിക്കാനോ വിമർശിക്കാനോ മുതിർന്നില്ല എന്ന കാര്യവും ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ശരി, ശ്രീജിത്താണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉയർന്ന വിമർശനത്തെപ്പറ്റി വിവരങ്ങൾ നൽകിയതായാലും CPM-ന് വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന RSS സഹകരണത്തെ പറ്റിയുള്ള ആ പരാമർശം അത് പാർട്ടിക്ക് വർഗീയ കക്ഷികളുമായി ഉണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾക്കും അത്തരത്തിലുള്ള വിമർശനത്തിനും അത് തെരഞ്ഞെടുപ്പിനടക്കം ദോഷം ചെയ്തു എന്ന വിലയിരുത്തലാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്.